സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് SSLC എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിട്ട് പോവേണ്ട കുറച്ച് ആക്ടിവിറ്റികളെ കുറിച്ചാണ്. ഇതിൻ്റെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന ഏരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1. അപ്പോൾ അത് കാണുക ആദ്യം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ ഡയറി, പത്ര, വാർത്താലാപ്, പട്കഥ, ടിപ്പണി, റപ്പട്ട്, സഹി മിലാങ്കാരെ, വാക്യ പിരമിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന തരത്തിൽ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിക്കൊണ്ട് പോവുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡയറി എഴുതുന്നതെന്ന് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള ഡയറി ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സുരേന്ദർ മാഡ് സാബ് കെ ബുരെ വ്യവഹാർ കെ ബാദ്, സുരേന്ദർജി മാഡ് സാബിൻ്റെ ആ ക്രൂരമായ പെരുമാറ്റത്തിന് ശേഷം ബേല അല്ലെങ്കിൽ സാഹിലിൻ്റെ ഡയറി. അതുപോലെ റിസൾട്ട് കെ ബാദ്, റിസൾട്ട് വന്ന ശേഷമുള്ള ബേലയുടെ അല്ലെങ്കിൽ സാഹിലിൻ്റെ ഡയറി. അല്ലെങ്കിൽ നമ്മുടെ അയാം കലാം കി ബഹാന എന്ന ചാപ്റ്ററിൽ ചോട്ടുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ ദിവസത്തെ ചോട്ടുവിൻ്റെ ഡയറി ചോദിക്കാം. അതുപോലെ തന്നെ ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു, അമ്മ അവസാനമായി കയറി, ചാർലിയുടെയോ അമ്മയുടെയോ ഡയറി ചോദിച്ചേക്കാം. घर पहुंच कर देखा कि जोकू लोटा मुँह से लगाया वही मैला गंदा पानी पी रहा है. വീട്ടിലെത്തിയപ്പോൾ ഗംഗി കണ്ടു ജോക്കു ആ മലിനമായ വെള്ളം കുടിക്കുന്നത്. ആ ദിവസത്തെ ഗംഗിയുടെ ഡയറി. അതല്ല എങ്കിൽ ഭോപ്പാൽ താൽക്കി സൈർ കെ ബാദ്, ഭോപ്പാൽ തടാകത്തിലൂടെ യാത്ര ചെയ്തതിന് ശേഷം അവിനാഷിൻ്റെയോ മോഹൻ രാകേഷിൻ്റെയോ അബ്ദുൽ ജബ്ബാറിൻ്റെയോ ഡയറി. ബുവാസെ ഹുയെ ജഗഡെ കെ ബാദ് ഗുഡ്ലി കി ഡയറി, ബുവയുമായുള്ള വഴക്കിന് ശേഷം ഉണ്ടായ ഗുഡ്ലിയുടെ ഡയറി. അല്ല എങ്കിൽ ദീദിയുടെ വിവാഹ സമയത്ത് അവളുടെ പേര് ആ കാർഡിൽ ഇല്ലാത്തതിനാലുള്ള അന്നത്തെ ദിവസത്തെ ഡയറി. ഇങ്ങനെ പല രീതിയിലും ഡയറി ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഡയറിക്കൊരു മാറ്റർ ഉണ്ട്. ആ മാറ്റർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ആ മോഡൽ തന്നെ അപ്ലൈ ചെയ്യുക. ഫസ്റ്റിൽ എങ്ങനെ എഴുതണം, ലാസ്റ്റിൽ എങ്ങനെ എഴുതണം. ഇപ്പം നമുക്ക് ആരുടെ ഡയറി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഡയറി വന്നാലും എങ്ങനെയാണ് ഡയറിയുടെ മോഡൽ എന്ന് നോക്കാം. എല്ലാ ഡയറിയും നമുക്കിപ്പോൾ കാണാതെ പഠിച്ചു പോയി എഴുതാനൊന്നും പറ്റില്ല. ഒരു പാഠത്തിൻ്റെ കഥ അറിയാമെങ്കിൽ ഒരു ഡയറിയുടെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എഴുതാൻ നമ്മൾ ശീലിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മോഡലെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു ഡേറ്റ് കൊടുക്കണം. ഏതെങ്കിലും ഒരു ഡേറ്റ് ആവാം, ഒരു ദിവസവും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രവിവാർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഞായറാഴ്ച. അതുപോലെ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കുക, ഒരു ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ആജ് കാ ദിൻ മേ കഭി ഭൂൽ നഹീ സക്താ, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഇനിയും എഴുതാം. ഏത് ഡയറി ആണെങ്കിലും ആജ് കാ ദിൻ കൈസാദ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു. പിന്നെയോ ആജ് ഖുഷി കാ യാ ദുഃഖ കാ ധുൻദ, ആജ് ഏക്ക് അവിസ്മരണീയ ദിൻ ധ, ഇന്നൊരു മറക്കാനാവാത്ത ദിനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതോ അതിൻ്റെ കണ്ടൻറ്റ് അതിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ആജ് കാ ദിൻ മേ കഭി നഹീ ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാനിനി ഒരിക്കലും മറക്കില്ല. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പുരുഷ കഥാപാത്രങ്ങളാണ് ഈ ഡയറി എഴുതുന്നതെങ്കിൽ കബി നഹി ബൂലൂങ്ക എന്ന് വരും. എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഡയറി ആണെങ്കിൽ കബി നഹി ബൂലൂങ്കി എന്ന് വരും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ അതിൻ്റെ ക്ലൂ ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡയറി എഴുതുക. അപ്പോൾ ദിന്, താരീഖ്, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച്, ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു, മോശമായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു, അവിസ്മരണീയമായ ദിനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പോയിന്റുകൾ എക്സ്ട്രാ എഴുതിക്കൊണ്ട് എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇനി അടുത്തതായി നമുക്ക് പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ തയ്യാറാക്കുക എങ്ങനെയാണുള്ളതാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി തിരക്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ഡയലോഗുകൾ വന്നിട്ടുണ്ടോ നോക്കുക. ഇൻവെർട്ടർ കോമയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ അത് കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് പറയാം. നിങ്ങൾ ആദ്യം ദൃശ്യേക്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം സ്ഥാന്, സമയ, പാത്രം എന്ന് എഴുതുക. സ്ഥാൻ എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന കഥാഭാഗത്തിൽ പറയുന്ന ഒരു സ്ഥലം ഏതാണെന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ പാഠമാണ് നമ്മുടെ സാഹിലും ബേലയും സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കൊടുക്കുക സ്കൂൾ അല്ലേ. അതുപോലെയുള്ള ഇത് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തോളുക തന്നിരിക്കുന്ന ഭാഗത്തെ വെച്ച്. അപ്പോൾ സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, സമയം എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഏതെങ്കിലും ഒരു സമയം എഴുതുക. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി. അപ്പം ഏതാണോ ആ കണ്ടന്റിന് ആ ഭാഗത്തിന് ചേരുന്ന സമയം അത് എഴുതിക്കൊള്ളുക. പിന്നെ അതുപോലെ തന്നെ
പാത്ര ആരാണ് ആ ഒരു കഥാഭാഗത്തിലെ കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ എഴുതുക. അവരുടെ പേരുകൾ എഴുതുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ളൊരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ബേല എന്ന് എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ 11 साल की ലടുക്കി എന്ന് എഴുതുക. യൂണിഫോം പഹൻതി ഹേ എന്ന് എഴുതുക. വേഷവും വയസ്സും കൂടി അതിന് നേരെ സൂചിപ്പിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ സാഹിൽ 11 साल का ലടുക്ക യൂണിഫോം പഹൻതാ ഹെ എന്ന് എഴുതുക. ഇനി വേറൊരു ചാപ്റ്ററിലേതാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി അവരുടെ വേഷവിധാനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, സാധാരൺ കപ്പട എന്ന് എഴുതുക. ഒരു സാധാരണ വസ്ത്രം. ഗംഗയുടെയോ ജോക്കുവിൻ്റെയോ ഒക്കെ ഭാഗത്ത് നിന്നിട്ടുള്ള പട്കഥയാണ് ചോദിക്കുന്നതെങ്കിൽ അവരുടെ വേഷവിധാനം നമുക്കൊരു സാധാരണ കപ്പട എന്നൊക്കെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ദൃശ്യ വിവരണം ചെയ്യണം. എന്താണോ ആ ഒരു തന്നിരിക്കുന്ന പാരഗ്രാഫിലെ ദൃശ്യത്തിലുള്ളത് അതാണ് ഇനി അടുത്തത് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ദൃശ്യം ഏക്കുന്നു കൊടുത്തു, സ്ഥാന സമയ പാത്ര, അതിനോടൊപ്പം വേഷവിധാനവും വയസ്സും കൊടുത്തു. പിന്നെ ദൃശ്യത്തെ നമ്മൾ വിവരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അടുത്ത ഭാഗത്തായിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. അതിനുശേഷം താഴെ സബ് ഹെഡിങ് ആയി സംവാദം എന്ന ഹെഡിങ് കൊടുക്കുക. എന്താ സംവാദം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനാണ്. ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്ന ആളുകൾ, നിങ്ങൾ പാത്രത്തിൽ അവിടെ എഴുതിയ ആളുകൾ ആരൊക്കെയാണോ അവരുടെ ഡയലോഗുകൾ, അവർ സംസാരിക്കുന്ന ഈ ദൃശ്യത്തെ ആസ്പദമാക്കി അവർ സംസാരിക്കുന്ന ഭാഗമാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻവെർട്ടർ കോമയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ആളുകൾ സംസാരിക്കുന്നതാകും. അത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ആളുകളുടെ പേരിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ, അങ്ങനെയാണ് പട്കഥ തയ്യാറാക്കുക. ഇനി വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ദൃശ്യ സമാപ്ത് എന്നും കൊടുക്കാം. ദൃശ്യം സമാപിക്കുന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് പട്കഥ അല്ലെങ്കിൽ തിരക്കഥ. അടുത്തതായി നമുക്ക് ഒരു ലെറ്റർ എഴുതുന്ന മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബീർബഹുടി എന്ന ചാപ്റ്ററിൽ നിന്നും അതുപോലെ ഗുഡ്ലി തോ പരായി ഹെ എന്ന പാഠഭാഗത്ത് നിന്നും യാത്രാ വിവരണമായ അവിനാശിൻ്റെയും മോഹൻ രാഗേഷിൻ്റെയും ചാപ്റ്ററിൽ നിന്നും ദിശ ഹിന്ദിഷ പാഠഭാഗത്തിൽ നിന്നും ഏത് ഭാഗത്ത് നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം കൂട്ടുകാരനൊരു കത്ത് എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കൊരു കത്ത് എഴുതുന്നതായിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. സഹേലി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടുകാരി എന്നാണ് കേട്ടോ. അപ്പം ഇത്തരത്തിന് കത്ത് എഴുതാനാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കത്തിൻ്റെ മോഡൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സ്ഥാന് താരീഖ് എന്ന് എഴുതുക. സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥലപ്പേര്, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്. അപ്പോൾ ഇത് ഹിന്ദിയിൽ ഇങ്ങനെ എഴുതിയാലും മതി, സ്ഥാന് താരീഖ് എന്ന് എഴുതുക. അഭിസംബോധന വേണം. പ്രിയമിത്ര, അഭിസംബോധന ചെയ്ത് പ്രിയപ്പെട്ട കൂട്ടുകാര. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷം. ടിക്ക് ഹേന, സുഖമല്ലേ. മേ ഹാ ഖുഷുഹും, ഞാനിവിടെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. ഘർ സെ സബ് സുകുശൽ ഹേന, വീട്ടിൽ ഘർമേ സബ് സകുശൽ ഹേന, വീട്ടിലുള്ളവരെല്ലാം സന്തോഷമല്ലേ അല്ലെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും. ഏത് ആർക്കുള്ള ലെറ്റർ ആണെങ്കിലും കൂട്ടുകാർക്കുള്ള കത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മേൻ തുംസെ കുച്ച് ബാത്തേം ബതാന ചാഹത്താഹും അല്ലെങ്കിൽ ചാഹിത്തീഹും. മേൻ തുംസെ കുച്ച് ബാത്തേം ബതാന ചാഹത്താഹും അല്ലെങ്കിൽ ചാഹിത്തീഹും എന്ന് എഴുതുക. എന്നിട്ട് പറയാനുള്ള കണ്ടൻറ് എന്താണോ അത് നമ്മുടെ ക്വസ്റ്റ്യനെ അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എഴുതുക. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ജവാബി പത്രികി പ്രതീക്ഷാമേ എന്ന് പറഞ്ഞാൽ എന്താണ്, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡ് ചെയ്യാം. ഇവിടെ അതില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ. തുമാരാ മിത്ര, നിൻ്റെ കൂട്ടുകാരൻ, ഹസ്താക്ഷര സിഗ്നേച്ചർ, നാമ്, പേര്, അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴെയായി സേവാമേം 2 അഡ്രസ്സാണ്. നാമ് പദ, നാം എന്ന് പറഞ്ഞാൽ പേര്, പദ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നിങ്ങൾ പത്രം എഴുതേണ്ടത്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന പത്ര, ഡയറി, പട്കഥ ഇവ 3 നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ള ഒന്നാണ് കവിതാ വരികളുടെ ആശയം. ഉറപ്പായാലും നമുക്ക് 3 കവിതയാണുള്ളത്. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയും അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയും ബച്ചെ കാംപർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിതയും എക്സ്ട്രാ നമ്മുടെ ടിപ്പണിയുടെ ഉള്ളിൽ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന ഒരു കവിതയും ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 കവിതയും ജസ്റ്റ് ആ 4ാമത്തെ ഒരു കവിതയും കൂടി നിങ്ങൾ നോക്കുക. ഇതിൽ നിന്നുള്ള ആശയമാണ് എന്തായാലും വരിക. അപ്പോൾ ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ഈ കവിതാവരികളുടെ ആശയം തരും. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരി ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് കവിതാവരിയുടെ ആശയം. അപ്പോൾ അതിൻ്റെ മോഡൽ പറഞ്ഞു തരാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇവിടെ ഇപ്പോൾ
ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതാവരിയുടെ ആശയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വരികൾ ഞാനിവിടെ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരികൾ ഏത് പാഠത്തിലേതാണെന്ന് സൂചനയ്ക്ക് മുകളിലായി കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, 3 കവിതയുടെയും കവിയെ ആദ്യമേ പഠിച്ചു വെക്കണം. ഇപ്പോൾ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിത എഴുതിയ ആളാരാണ്? രാജേഷ് ജോഷിയാണ്. ടൂട്ടാ പഹിയ ആണെങ്കിൽ ധർമ്മവീർ ഭാരതിയാണ്. അതുപോലെ തന്നെ അകാൽ ഔർ ഉസ്കെ ബാദ് എഴുതിയത് നാഗാർജുനാണ്. അപ്പോൾ ഈ 3 കവികളുടെയും പേര് ഓർത്തു വെക്കുക. വളരെ ട്രിക്കിലൂടെ നമുക്കിത് ഉത്തരം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വരികൾ തന്ന ഏത് പാഠത്തിലെന്നാണ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എഴുതുക, ഹിന്ദിക്ക് പ്രസിദ്ധ കവി ശ്രീ, ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ. അപ്പോൾ ഇവിടെ രാജേഷ് ജോഷി എന്ന് എഴുതിയിരിക്കുന്നത് ബച്ചേ കാം പർ ജാ രഹേ ഹേ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് പകരം വേറെ വരുന്നെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ടൂട്ടാ പഹിയയിലാണെങ്കിൽ അവിടെ ധർമ്മവീർ ഭാരതി എന്നും അകാൽ ഔർ ഉസ്കെ ബാദിലെ ആണെങ്കിൽ നാഗാർജുൻ എന്നും നമ്മൾ ചേർക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിലെ എന്താണ്, ഇവിടെ ബാലശ്രമാണ്. ബാലശ്രം ഇസ്കാ വിഷയ ഹേ എന്ന് നമ്മൾ ബച്ചേ കാം പർ ജാ രഹേ ഹേ ആണെങ്കിൽ എഴുതും. എന്നാൽ അകാൽ ഔർ ഉസ്കെ ബാദിലെ വരികളാണെങ്കിൽ ആദ്യത്തെ 4 വരിയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതെങ്കിൽ അകാൽ കാ സമയ എന്നും, അതുപോലെ തന്നെ ലാസ്റ്റിലെ 4 വരിയാണെങ്കിൽ അകാൽ കെ ബാദ് കാ സമയ കാ ചിത്രിത് കിയാ ഹേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയയുടെ വരികളാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 2 പോയിന്റുകൾ, ഹിന്ദിക്ക് പ്രസിദ്ധ കവി ശ്രീ നാഗാർജുൻ की കവിത ഹേ ടൂട്ടാ പഹിയ എന്ന് എഴുതുക. യഹി ഏക് ചോട്ടി ഔർ സരൾ കവിത ഹേ എന്ന് കൊടുക്കുക. യഹി ഏക് പ്രതീകാത്മക കവിത ഹേ ഔർ മഹാഭാരത യുദ്ധ പർ ആധാരിത് ഹേ. ഇത് രണ്ടും ആ ഒരു കവിതയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തന്നിരിക്കുന്ന വരികളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗദ്യ രൂപത്തിലാക്കിയിട്ട് അങ്ങ് എഴുതി വെച്ചോളൂ. പദ്യം പോലെ വരിയാക്കിയിട്ടല്ല, നീളത്തിന് അതിലെന്തൊക്കെയാണോ ആശയങ്ങൾ അതിൽ പറയുന്നത് എക്സ്ട്രാ അറിയാമെങ്കിൽ അതും ചേർക്കാം. പിന്നെ തീരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, ആ വരികളെ ഗദ്യമാക്കിയിട്ടെങ്കിലും മാറ്റണം. അപ്പോൾ ഉറപ്പായ ഒരു ക്വസ്റ്റ്യനാണ് കവിതാ വരികളുടെ ആശയം. പിന്നെ സ്കൂളിൽ നമ്മൾ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് മുഴുവനായിട്ടുള്ളൊരു കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് നമ്മൾ നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. ആ സമയത്ത് കൊണ്ടുപോയിട്ട് അകാൽ ഔർ ഉസ്കെ ബാദിലെ വരികളുടെ ആശയം എഴുതാൻ പറയുന്നിടത്ത് നിങ്ങൾ മുഴുവനായിട്ടുള്ള ആസ്വാദന ടിപ്പണി അല്ല എഴുതേണ്ടത്. അവിടെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന വരികളെക്കുറിച്ച് എഴുതിയ ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ അതിൽ ആ കവിതയിൽ വേറെ എന്തൊക്കെ അറിയാം അത് അടുത്ത ഖണ്ഡികയായിട്ട് എഴുതിക്കോളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കവിയെയും കവിതയെയും സൂചിപ്പിച്ച ശേഷം തന്നിരിക്കുന്ന വരികളിൽ എന്ത് പറഞ്ഞു എന്ന് എഴുതിയ ശേഷം മാത്രമേ നമ്മൾ ആസ്വാദന ടിപ്പണിയിൽ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടിപ്പണി. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിപ്പ് എഴുതുക അല്ലെങ്കിൽ ലഘുലേഖ്. അപ്പോൾ ടിപ്പണിയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ലഘുലേഖ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലേഖനം എന്നർത്ഥമാണ് കേട്ടോ. നമ്മുടെ പാഠപുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ടിപ്പണി ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അതുപോലെ തന്നെ തീമിനെക്കുറിച്ച്, അവിടെ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ടിപ്പണി ചോദിക്കും. എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളായ സാഹിലിനെക്കുറിച്ച്, ബേലയെക്കുറിച്ച്, സുരേന്ദർജി മാഡ് സാബിനെക്കുറിച്ച്, ചാർലിയെക്കുറിച്ച്, അതുപോലെ ചാർലിയുടെ അമ്മയെക്കുറിച്ച്, മോഹൻ രാകേഷ്, അവിനാഷ്, ഗുഡ്ലി, ഗംഗി, മിഹിർ, മോർപാൽ, ഇങ്ങനെ ഉള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ടിപ്പണി ചോദിച്ചാൽ അവരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. എന്നാൽ അതേപോലെ ബാലശ്രമിനെക്കുറിച്ച് ടിപ്പണി ചോദിക്കാം. ലഡ്ക ലഡ്കി ഭേദഭാവ്, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവിനെക്കുറിച്ചുള്ള പിന്നെ ടിപ്പണി ചോദിക്കാം. ഇങ്ങനെ ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ചരിത്രപർ ടിപ്പണി, ചരിത്രഗത വിശേഷതായം എന്നൊക്കെ പറഞ്ഞ് തന്നാൽ സ്വഭാവ സവിശേഷതയാണ്, അതും ടിപ്പണി തന്നെയാണ്. അവരുടെ ക്യാരക്ടർ സ്കെച്ചിനെയാണ് ചരിത്രപർ ടിപ്പണി എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ സ്വഭാവ സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ ശരിയുത്തരം ഏതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരും. ഒരു 6ഓളം സെൻറ്റൻസ് തന്നിട്ട് 4 ശരിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതും 4 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയെന്ന് വെച്ചാൽ 6 സെൻറ്റൻസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയും 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായ 4 പ്രസ്താവനയുണ്ട്, തിരഞ്ഞെടുത്ത് എഴുതുക. അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. കാരണം എത്ര അറിയാത്ത കുട്ടിക്ക് പോലും അവിടെ നിന്ന് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ആകെ 6 മാർക്കിൻ്റെ 6 സെൻറ്റൻസാണ് ഉണ്ടാവുക, 4 മാർക്ക് കിട്ടുകയും ചെയ്യും. 2 എണ്ണാൽ മാത്രമല്ലേ അതിനകത്ത് തെറ്റുള്ളൂ. അതുകൊണ്ട് 4 എണ്ണം എടുത്തങ്ങ് എഴുതി വെക്കുക. അറിഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ വരും. എന്തായാലും 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ ഇപ്പം നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ്. ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ച്, ഏതെങ്കിലും കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള സെൻറ്റൻസുകളായിരിക്കും മിക്കവാറും തരാറുള്ളത്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റർ
പല പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടും ചോദിക്കാറുണ്ട്. 2 രീതിയിൽ നമുക്ക് പോസ്റ്റർ എഴുതാം. ഒന്ന് നോട്ടീസ് മോഡലിൽ, അത് നാടകീകരണമെന്നോ മഞ്ചീകരണമെന്നോ സങ്കോഷ്ടി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് മോഡലിലാണ് എഴുതുക. ദിവസവും ഡേറ്റൊക്കെ വെച്ചിട്ട് എഴുതാം. നിങ്ങൾക്ക് അവിടെ സൂചനകൾ തന്നിട്ടുണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് ബോക്സൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കിയിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. ആകർഷകമായിരിക്കണം, ഭംഗി ഉണ്ടായിരിക്കണം, കണ്ടൻറ്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. തന്ന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് എഴുതുക. 4 മാർക്ക് എന്തായാലും കിട്ടും. അപ്പം പോസ്റ്റർ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ബീർബഹുടി ക മഞ്ചീകരൻ. ബീർബഹുടി എന്ന കഥ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചൊരു നോട്ടീസ് മോഡലിൽ തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ. ജാതി സമ്പ്രദായം അഭിശാപകരമാണ് എന്ന വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ ചോദിച്ചാൽ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് അഭിശാപകരമാണ് എന്നുള്ള പോയിന്റുകൾ, എല്ലാ ജാതിയും ഒന്നാണ്, സബ് ജാതി സബ് മാനവ് ജാതി ഏക് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റുകൾ കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കിക്കൊള്ളുക. അതുപോലെ ഠാക്കൂർ കാ കുവാം കാ മഞ്ചീകരൻ. ഠാക്കൂർ കാ കുവാം എന്ന കഥയെ മഞ്ചീകരൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഠാക്കൂർ കാ കുവാം എന്നതിൻ്റെ സ്റ്റേജ് ഷോ, അതിനെക്കുറിച്ചുള്ള പോസ്റ്റർ. അതുപോലെ ഫൂൽദേയി കാ ത്യോഹാർ, ഫൂൽദേയി ഉത്സവത്തെക്കുറിച്ചുള്ള പോസ്റ്റർ. അതുപോലെ തന്നെ ജലസംരക്ഷൺ, പ്രകൃതി സംരക്ഷൺ, ലഡ്കാ ലഡ്കി കാ ഭേദഭാവ്, ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള പോസ്റ്ററുകളാണ്. അപ്പോൾ സങ്കോഷ്ടി എന്ന് നിങ്ങളുടെ പോസ്റ്ററിൽ ഉണ്ടെങ്കിൽ അത് സെമിനാർ ആണെന്ന് ഓർക്കുക. അപ്പം തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതായിട്ട് പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ നോക്കുക, പോസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ സങ്കോഷ്ടി എന്നുള്ള വാക്കുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ആ സങ്കോഷ്ടി എന്നുള്ള വാക്ക് എവിടെ കൊടുത്തിരിക്കണം, പോസ്റ്ററിൽ കൊടുക്കണം. വിഷയം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പായിട്ടൊരു വിഷയം കൊടുത്തിട്ടുണ്ടാവും. ആ വിഷയവും എടുത്ത് എഴുതണം. ദിവസവും ഡേറ്റും ഒക്കെ വെച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പോസ്റ്റർ തയ്യാറാക്കണം. ഇനി നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് വാക്യ പിരമിഡ്. 2 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തരും. 3ഉം 4ഉം വരി നിങ്ങൾ എഴുതണം. 2 വാക്കുകൾ ഓപ്ഷൻസിലുണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട്, ബ്രാക്കറ്റിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് 3ഉം 4ഉം വരി നിങ്ങൾ എഴുതണം. വളരെ സിമ്പിളാണത്. 1ാമത്തെ വരിയിലുള്ള മുഴുവൻ 2ാമത്തെ വരിയിൽ ഉണ്ടാകും. ഈ 2ാമത്തെ വരിയിലെ മുഴുവൻ സാധനവും 3ാമത്തെ വരിയിൽ എഴുതുകയും വേണം. എക്സ്ട്രാ ഒരു വാക്ക് കൂടി അപ്പുറത്ത് നിന്നും എടുത്തെഴുതുകയും വേണം. അർത്ഥം പൂർണ്ണമായിരിക്കുകയും വേണം. 4ാമത്തെ വരി നിങ്ങൾ എഴുതുമ്പോൾ 3ാം വരിയിൽ നിങ്ങൾ എന്തെഴുതിയോ അത് മുഴുവനും ഉണ്ടാകുകയും വേണം. ബാക്കി വന്നിരിക്കുന്ന ബ്രാക്കറ്റിലുള്ള വേർഡ്സും കൂടി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് വേണം എഴുതാൻ. അപ്പോൾ വാക്യ പിരമിഡ് അർത്ഥമുള്ളതാക്കി മാറ്റുകയും ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടും അത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ 2 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് അത്. അതേപോലെ തന്നെ സഹി മിലാങ്കരെ, മാച്ച് ദി ഫോളോയിങ് ഉണ്ടാകും. തന്നിരിക്കുന്ന പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കിയിട്ട് യോജിക്കുന്നവയിൽ നേരെ നിങ്ങൾ എടുത്ത് എഴുതേണ്ടതായിട്ട് വരും. അടുത്തത് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് റപ്പട്ട്. റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കിയിട്ട് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയും. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ചാർലിയുടെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നതുണ്ടോ, 5 സാൽ കെ ലഡ്കേക്ക് കരിഷ്മ, 5 വയസ്സുകാരനായ കുട്ടിയുടെ മികച്ച പ്രകടനം. എന്നിട്ടൊരു സ്ഥലപ്പേര് കൊടുക്കുക, ലണ്ടൻ. എന്നിട്ട് നമ്മുടെ എന്താണോ ആ തീമോ അത് എഴുതുക. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും പാഠഭാഗത്തെ ആസ്പദമാക്കി ഫൂൽദേയി ത്യോഹാർ നടക്കുന്നതായിട്ടൊക്കെ റപ്പട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, സ്ഥലപ്പേര് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഥവാ എന്ന് കാണാം. അഥവാ എന്ന് കണ്ടാൽ എന്താണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ റപ്പട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ ബാത്ചീത്ത് തയ്യാറാക്കുക, അല്ലെങ്കിൽ കവിതയുടെ ആശയം തയ്യാറാക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപം എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺവെർസേഷനാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിനെ വെച്ചുകൊണ്ട് ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. കോൺവെർസേഷനിൽ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണാറുള്ളത്. റപ്പട്ടും അങ്ങനെ തന്നെയാണ്. റപ്പട്ടിൻ്റെ കൂടെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് അറ്റൻഡ് ചെയ്യുക. 5 എന്നുള്ള നമ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏറ്റവും അറിയുന്നത് ആദ്യം എഴുതുക. ലാസ്റ്റിൽ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസ് സമയമുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. പിന്നെ വരുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. നമൂനയ്ക്ക് അനുസാർ വാക്യക്കോ ബദൽക്കർ ലിഖേ. മാതൃകയ്ക്കനുസരിച്ച് സെൻറ്റൻസുകളെ മാറ്റി എഴുതുക. അപ്പോൾ അത് മിക്കവാറും ടെൻസ് ഭാഗത്തു നിന്നാണ് വരിക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേല ചലേഗി എന്നതിനെ സാഹിൽ ചലേഗ എന്ന് മാറ്റി എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ അതേ മോഡലിലേക്ക് മാറ്റി എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.